Good afternoon, all. Good afternoon. Good afternoon, Miss. എന്താ പറയാ, നമ്മള് കുറച്ച് പദ്ധതികളെ കുറിച്ച് പഠിക്കാന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. നമ്മൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചില ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയുള്ള പദ്ധതികൾ ആയതുകൊണ്ട് നമ്മൾ അതിന് കൃത്യമായി തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്ക് നോക്കാം, പരമാവധി പദ്ധതികൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ, അതായത് ഓരോ വിഭാഗം തിരിച്ച് നമുക്ക് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്നിച്ച് കുറെ പദ്ധതികൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അത് കുറച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിരിക്കാം. അല്ലെ, പ്രധാനമായിട്ടും ഞാനിപ്പോ തുടങ്ങുന്നത് വിദ്യാഭ്യാസ പദ്ധതികൾ അല്ലെ. നമ്മുടെ കുറെ പദ്ധതികളൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഗവൺമെന്റ് കുറെ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ്? ഇത് ക്ലാസ് എടുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ അറിയാൻ പറ്റും, പക്ഷെ പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് കേരളത്തിൽ സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി? കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ആൻസർ അറിയാവുന്നവരുണ്ടോ? കേരളത്തിൽ സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കാനായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ കേരളം പദ്ധതിയിലൂടെയാണ് എന്ത് സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കാനായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഓക്കെ, ഈ സാക്ഷരത നിങ്ങൾ ഓർക്കുക, ഈ കേരളം. ഓക്കെ, ഇനി നെക്സ്റ്റ്, കാഴ്ച പരിമിതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് SCERT ആരംഭിച്ച പദ്ധതി ശ്രുതിപാഠം. അപ്പോ നമ്മുടെ കാഴ്ച പരിമിതി ഉള്ളവർക്ക്, അത്തരത്തിലുള്ള കുട്ടികൾക്ക് അതിന്റെ ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് SCERT ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ശ്രുതി പാഠം. രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ സാക്ഷരതയ്ക്ക് എന്താണ് ഈ കേരളം പദ്ധതിയാണ് നടപ്പാക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികളെ, അത് മാത്രം നിങ്ങളൊന്ന് ഓർത്താൽ മതി. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് SCERT ആരംഭിച്ച പദ്ധതി എന്താണ്? ശ്രുതി പാഠം. അപ്പൊ രണ്ട് പദ്ധതി നിങ്ങൾ പഠിച്ചു വെക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ഏത് മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം? ഏത് മേഖലയുടെ മുഖച്ഛായ മാറ്റുക? ചായം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കാം അല്ലെ, നമ്മുടെ അംഗൻവാടികളിലൊക്കെ തന്നെ പ്രത്യേക പൂക്കളും ചിത്രശലഭങ്ങളൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, ഏത് മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം എന്ന് ചോദിച്ചാൽ എന്താണ്? അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അവരുടെ മുഖച്ഛായ തന്നെ മാറ്റാനായിട്ട്, അതായത് സാധാരണ ഒരു ഷെഡ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലാസ് റൂമിലൊന്നല്ല, ഇപ്പോ നല്ല വർണ്ണശോഭമായ രീതിയിൽ ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് അംഗൻവാടി ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്താൽ മതി. വർണ്ണമുഖമായ ആ മുഖച്ഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം അംഗനവാടി കുട്ടികൾക്കാണ്. നമ്മൾ മൂന്ന് കാര്യം പഠിച്ചു. ഈ കേരളം പഠിച്ചു, ശ്രുതി പാഠം പഠിച്ചു, അങ്കണവാടി കുട്ടികളുടെ അല്ലെ, അങ്കണവാടി കുട്ടികൾക്ക് വേണ്ടി ചായം. പിന്നെ അടുത്ത പോയിന്റ് നോക്കാം. 17ാം നൂറ്റാണ്ടിലെ കേരളത്തെ കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളുടെ ശേഖരണത്തിനായി നെതർലാൻഡും ഇന്ത്യയും ചേർന്ന് ആരംഭിക്കാൻ തീരുമാനിച്ച ഗവേഷണ പദ്ധതി. അതായത് നമ്മുടെ 17ാം നൂറ്റാണ്ട് നമ്മുടെ ഹിസ്റ്ററി അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നെതർലാൻഡും കേരളം കൂടി ചേർന്നുകൊണ്ട് ആരംഭിച്ച ഒരു പദ്ധതി, ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് കോസ്മോസ് മലബാറിക്കസ്. നമുക്കറിയാം, മലബാറിക്കസ് എപ്പോഴും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിക്കുന്നവര് തന്നെയാണ്. അപ്പൊ കോസ്മോസ് മലബാറിക്കസ് എന്ന് പറയുന്ന അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ 17ാം നൂറ്റാണ്ടിലെ കേരളത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് ആരുമായിട്ട്? നെതർലാൻഡുമായിട്ട് ഇന്ത്യയും നെതർലാൻഡും കൂടി ചേർന്ന് ആരംഭിച്ച ഗവേഷണ പദ്ധതി. അതിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തെ കുറിച്ച് പഠിക്കാനാണ്. ഇന്ത്യയും നെതർലാൻഡും കൂടി ചേർന്ന് കേരളത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആ ഒരു പദ്ധതി കൂടി മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോ ആ പദ്ധതിയുടെ പേര് കോസ്മോസ് മലബാറിക്കസ്. എന്താണ്? കോസ്മോസ് മലബാറിക്കസ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇനി നെക്സ്റ്റ്, നമ്മുടെ ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക്
മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതി. ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈനാണ് അല്ലെ, ചില നമ്മൾ പഠിക്കും തോറും ഇപ്പൊ നമ്മൾ തന്നെ എന്താണ് ഓൺലൈനിലാണ്. അപ്പൊ ആ രീതിയിൽ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ എന്താണ് പദ്ധതിയാണ് വിദ്യാതരംഗിണി. എന്താണ് പേര്? വിദ്യാതരംഗിണി. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ഇതായത് കൊണ്ട് തന്നെ വിദ്യാതരംഗിണി ഓർത്ത് വയ്ക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇത് ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിതമായിട്ടുള്ള ഒരു ഫണ്ട് അത് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? വിദ്യാതരംഗിണി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കോവിഡ് മൂലം സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മകം പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. അതായത് കോവിഡ് കാലത്ത് ആ കുട്ടികളൊക്കെ അടഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു ടൈമാണല്ലോ. അതൊക്കെ ഇപ്പോഴത്തെ കാലം മാറി. കേസ് അത് വരാനൊന്നും സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും കുറെ എന്താ പറയുക, നമ്മൾ ഓപ്ഷൻസ് വെച്ച് വരുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ചേക്കാം. അത് അക്ഷരവൃക്ഷം എന്ന പദ്ധതിയാണ്. കോവിഡ് കാലത്തുള്ള ഒരു പദ്ധതിയാണ്. ആ കോവിഡ് കാലഘട്ടത്തില് അവരുടെ എന്താ പറയുന്ന സർഗാത്മക കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് അക്ഷരവൃക്ഷം പദ്ധതി. ഇനി വീണ്ടും COVID-19 സാഹചര്യത്തിൽ സുഗമമായ പഠനത്തിനായി KSFE നടപ്പിലാക്കിയ പദ്ധതി ചോദിച്ചാൽ വിദ്യാസഹായി. ഈ വിദ്യാതരംഗിണിയോടൊപ്പം വിദ്യാസഹായിയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. വിദ്യാസഹായി എന്നൊക്കെ പറയുന്നത് COVID-19 അതുമായി ബന്ധപ്പെട്ടതാണെന്നും മസ്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കണം. വിദ്യാസഹായി എന്നൊക്കെ പറയുന്നത് കോവിഡ് സാഹചര്യത്തില് എന്താണ് സുഗമമായ പഠനത്തിന് KSFE നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. KSFE നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് വിദ്യാസഹായി എന്നുള്ളത്. ഇനി വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ. KSFE അതായത് KSFE നൽകുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്താ? വിദ്യാശ്രീ. അത് ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് എന്താ? KSFEയിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണമായ ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി. അതിന്റെ പേരാണ് എന്താ? വിദ്യാശ്രീ എന്നുള്ളത്. ഓക്കെ, നമ്മളപ്പോ കുറച്ച് പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോവാ. ഈ കേരളം എന്താന്ന് വെച്ചാൽ അല്ലെ, കേരളം എന്ന് വെച്ചാൽ ഈ സാക്ഷരത. ഇനി വീണ്ടും പറയുന്നത് എന്താണ്? ശ്രുതിപാഠം. അതെന്താണ്? കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക? അങ്കണവാടിയിലെ എന്താണ്? ചായ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടി പിടിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് അങ്കണവാടിയിലാണ്. പിന്നെ നമ്മളെ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും നെതർലാൻഡുമായിട്ട് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാനുള്ളത് കോസ്മോസ് മലബാറിക്കസ്. പിന്നെ ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ പലിശരഹിതമായിട്ട് മേടിക്കാനായിട്ടുള്ളതാണ് വിദ്യാതരംഗിണി. പിന്നെ അക്ഷരവൃക്ഷം എന്താണ്? നമ്മുടെ കോവിഡ് കാലഘട്ടത്തിന്റെ ആ ഒരു കാലഘട്ടത്തില് സർവകാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയത്. അതേപോലെ തന്നെ COVID-19 കാലഘട്ടത്തിൽ തന്നെ വിദ്യാസഹായി, അത് KSFE കൊടുക്കുന്ന ഒരു സഹായമാണ്. അതിലൂടെ എന്താണ്? COVID-19 സുഗമമായ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് പ്രൊവൈഡ് കൊടുത്തിരുന്നത്. പിന്നെ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ. ഓക്കെ അല്ലെ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം. നമ്മൾ കേൾക്കുന്ന ഒരു പദ്ധതി ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കാം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി അല്ലെ? നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് അല്ലെ? പഠനത്തോടൊപ്പം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള രീതിയിലേക്കാണ് സർക്കാരിന്റെ പഠന പദ്ധതി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് നൈപുണ്യം. നൈപുണ്യ പദ്ധതി ഓർത്തു വെച്ചേക്കാം. കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതി കൈറ്റ്. നമ്മുടെ വിദ്യാലയത്തിന്റെ അല്ലെ, ഇപ്പോ നമ്മള് 9th 10th ഒക്കെ കൂടിയും അങ്ങനെ കൂട്ടിച്ചേർത്ത് അല്ലെ, +1 +2 ഒക്കെ ഒന്നിച്ച് ചേർത്തുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുമായിട്ടുള്ള ഒരു പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ കൈറ്റ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കൈറ്റ്. ഈ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതി. എല്ലാ പഞ്ചായത്തിലും നമ്മള് അല്ലെ, ഇപ്പൊ ഏജായ അവരുടെയൊക്കെ സാക്ഷരത നേടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പേപ്പറിലൊക്കെ ന്യൂസ് കേൾക്കാറുണ്ട്. അപ്പൊ സാക്ഷരത
ആ പദ്ധതി എന്താണ്? അതുല്യം പദ്ധതിയാണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് അതുല്യം. ഓക്കെ, അതുല്യം പദ്ധതി ഓർത്ത് വെച്ചേക്കുക. സാക്ഷരതയാണ് എല്ലാ പഞ്ചായത്തിലേക്കും സാക്ഷരത നടപ്പാക്കുക എന്നുള്ള ഒരു രീതിയാണ് അതിൽ വരുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. അതായത് നമുക്കല്ലേ സ്കൂൾ തുറക്കുമ്പോഴൊക്കെ നമുക്കറിയാം പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ അവരവരുടേതായിട്ടുള്ള യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ അത് ആലോചിച്ചാൽ മതി. ആ പദ്ധതിയുടെ പേരാണ് വിദ്യാജ്യോതി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നോക്കാം. അതായത് എന്താ പറയാ, പാവപ്പെട്ടവരെന്നുള്ള ഒരു മീനിങ് അല്ല, ഭിന്നശേഷിക്കാരായ എന്തെങ്കിലും അത്തരത്തിലുള്ള ഡിഫക്ട്സ് ഉള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ആ കുട്ടികളുടെ കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങളോ യൂണിഫോമും ധനസഹായം നൽകാൻ സാമൂഹ്യ നീതി വകുപ്പ്, സാമൂഹിക നീതി വകുപ്പ്, അത് ഏത് വകുപ്പാന്നൊക്കെ ചോദിച്ചാൽ ശ്രദ്ധിക്കാം. സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി. വിദ്യാജ്യോതി. ഇനി നോക്കാം. സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന വിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേര്. അതായത് ഇപ്പൊ കുറച്ച് പദ്ധതിയല്ലേ പുതിയതായിട്ടൊക്കെ നടപ്പാക്കി തുടങ്ങി. അപ്പൊ ആ പുതിയതായിട്ട് നടപ്പാക്കിയ ഇതിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൽ നൽകിയിട്ടുള്ള പുതിയ പേരാണ് വിദ്യാകിരണം. നമ്മൾ കൈറ്റ് പറഞ്ഞു. ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കൈറ്റ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കൈറ്റ്. അറിയാം, ഇപ്പൊ പ്രൊജക്ടറൊക്കെ കൊണ്ടുവച്ച് ആധുനികവൽക്കരിച്ചിട്ടാണ് ക്ലാസ്സൊക്കെ കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്. അതേമാതിരി തന്നെ ഇവിടെ എന്താ പറയുന്നത്, സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേരെന്ന് ചോദിച്ചാൽ വിദ്യാകിരണം. ഈ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടി. അറിയാം, ഇപ്പോ എന്താണ് കായികത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് എപ്പോഴാണെങ്കിലും, പഴയ കാലഘട്ടത്തിൽ മുതലേ അതുള്ളതാണ്. അപ്പൊ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയുടെ പേരാണ് വിദ്യാരംഭം. വിദ്യാരംഭം അല്ല, വിദ്യാരംഭം. ഓർത്ത് വെക്കുക. അത് എന്താണ്? കായികമായിട്ടുള്ള ഇതുകൾക്ക് അല്ലെ, പ്രവൃത്തി പരിചയത്തിന്, ഓൺലൈനായിട്ടുള്ള പ്രവൃത്തി പരിചയത്തിന്. അതാണ് നോക്കി വെക്കേണ്ടത്. കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയുടെ പേരാണ് വിദ്യാരംഭം. ഓക്കെ, അടുത്തതായിട്ട് സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു പോയിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ഇത് പഠിച്ചു പോയിട്ടുണ്ടാവും. കാരണം ഇത്തിരി കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതല്ലേ. സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യം. അല്ല, ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, പദ്ധതികളെ കുറിച്ചിട്ട്. സംസ്ഥാന അതിന്റെ ആണെങ്കിലും അതിന് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ്. മിസ്സേ കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരുന്നു. ഭരണഘടനയെ കുറിച്ചൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അപ്പൊ ആരൊക്കെയോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണെങ്കിൽ അതില് ഒരു വൈഡ് ഇതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട്, അതിന്റെ കുറെ ഭാഗങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിലെന്താ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിദ്യാരംഭം അല്ലെ. കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയം പറഞ്ഞു. സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ലഹരി വിമുക്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ക്ലീൻ ക്യാമ്പസ് സേഫ്. ഓക്കെ, പറഞ്ഞോളൂ. ഈ കേൾക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ്, കാരണം നിങ്ങൾ പഠിക്കാൻ അതിൽ നിന്നാണല്ലോ കുറച്ചും കൂടി തറയായിട്ട് വെക്കാനായിട്ട് എളുപ്പമാണല്ലോ. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. എന്താണ് അതിന്റെ പേര്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. രണ്ട് രീതിയിൽ രണ്ട് ക്യാമ്പസ് ആണ് ഓർത്ത് വെച്ചേക്കുക. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പദ്ധതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ സ്കൂളിലെയും കലാലയങ്ങളിലെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്. ഓക്കെ, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇനി വീണ്ടും സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരെന്ത്?
ആരോഗ്യ വകുപ്പ് അതിന്റെ അല്ലെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് നൽകിയ പേരാണ് ബാലമുകുളം. ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരെന്ത്? ബാലമുകുളം. നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എന്താ പറയുക, ഇതേ നെയിമിനോട് സാദൃശ്യമായിട്ടുള്ള കുറെ പദ്ധതികളെയും കൊടുക്കും. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഓർത്ത് വെക്കാം. ബാലമുകുളം എന്ന് പറയുമ്പോൾ ആയുർവേദമാണ്, അത് ആരോഗ്യത്തിനുമായി ബന്ധപ്പെട്ടത്. ആരോഗ്യം, ആയുർവേദം തന്നെ ബാലമുകുളം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും സുരക്ഷിത ബോധവും വർദ്ധിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന പദ്ധതി. അവർക്കറിയാലേ, പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവർക്ക് നല്ല കരുത്ത് ഉള്ളവരാക്കുന്ന, അതന്നെ ആ പദ്ധതിയുടെ പേര് തന്നെ ഞാനിപ്പോ പറഞ്ഞു പോയി. കരുത്ത് എന്നതാണ് ആ പദ്ധതിയുടെ പേര്. ആലോചിച്ചാൽ മതി. പെൺകുട്ടികൾക്ക് കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അതായത് ആത്മധൈര്യം വർദ്ധിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേര് കരുത്ത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി വിക്കാൻ. ബോധവൽക്കരണ പരിപാടിയാണെങ്കിൽ വിക്കാൻ. അതേസമയം എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു, സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. അതേസമയം ഇതെന്താണ്, കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണെങ്കിൽ അതിന്റെ പേരാണ് വീക്കാൻ. ഓക്കെ, രണ്ടും ഇതാണ്, ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ബോധവൽക്കരണമാണ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ വീക്കാൻ എന്നുള്ള ഒരു ഇതില് അല്ലെ, നമുക്ക് പറ്റും എന്നുള്ള ഒരു വീക്കാൻ നമുക്ക് നേടാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആണ് കൊടുക്കുന്നത്. വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. വിദ്യാലയങ്ങളില് വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിന് നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഓൺലൈനാണ്, നമ്മൾ തന്നെ പഠിക്കുന്നത് ഓൺലൈനിലൂടെയാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തില് അത് അധ്യയന രീതിയിൽ പുനരാവിഷ്കരിക്കുന്നതിനായി പുതിയ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ. IT അറ്റ് സ്കൂൾ. ഇനി അത് പഴയൊരു പേരാണ്. അതിന്റെ പുതിയ പേര് എന്ന് പറയുന്നത് കൈറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കൈറ്റ്, കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതി കൈറ്റ് ആണ്. ആ കൈറ്റിന് എങ്ങനെയാണ് അതിന്റെ പഴയ പേര് എന്ന് പറയുന്നത് എന്താണ്? അപ്പോ IT അറ്റ് സ്കൂൾ. IT അറ്റ് സ്കൂൾ. ഇനി വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി നവപ്രഭ. അതായത് നമുക്കറിയാലോ 10th വരേക്കും ഒരു ബേസിക്, പഴയ കാലഘട്ടത്തിൽ 10th, അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം +2 വരെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് അതല്ലേ കൈകാര്യം ചെയ്തു. അപ്പൊ 9th ഒക്കെ ആകുമ്പോഴേക്കും പിള്ളേർ പോകുന്നവര് ഈ നമ്മളുടെ കേരളത്തിനെ കുറിച്ച് ആയിരിക്കണം എന്നില്ല, ഇൻ കേസ് വേറെ വല്ലതിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നിർത്തി പോകാം. പക്ഷെ കേരളത്തിലും അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളെ, ആ പ്രായമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പുറകോട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇംപ്രഷൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവരത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠനം നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ. നവപ്രഭ ഒക്കെ കേൾക്കുമ്പോൾ നോക്കാം, 9 എന്നൊക്കെ പറയുമ്പോൾ 9 ആണ്. അപ്പൊ അത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക, നവപ്രഭ. ഓക്കെ, അടുത്തത് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതി. അവരുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അല്ലെ, അവരുടെ ആ കായിക പ്രഭ വളർത്തിയെടുക്കാനുള്ള പദ്ധതി എന്ന് പറയുന്നത് സ്മൈൽ പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് സ്മൈൽ പദ്ധതി. സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ലീപ്പ് ടു എക്സലൻസ്, അതാണ് അതിന്റെ ഫുൾ ഫോം. സ്മൈൽ പദ്ധതിയാണ് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം നോക്കുക, സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ലീപ്പ് ടു എക്സലൻസ്.
അതായത് സ്പോർട്സിന്റെ ആ ഒരു എക്സലന്റ് ആക്കി വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതി. അതായത് ഗ്രാമങ്ങളില് സ്പോർട്സിനോട് താല്പര്യമുള്ള ജനങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിലും അവരെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. സ്മൈൽ പദ്ധതി എന്ന് പറയുന്നു അതിന്റെ വിപുലീകരിച്ച രൂപം എന്ന് പറയുന്നത് സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ലീഡ് ടു എക്സലൻസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ വിദ്യാഭ്യാസവുമായി കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കാം, അപ്പൊ നിങ്ങളൊന്ന് ആൻസർ ഒക്കെ പറയും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോകാനായിട്ട് സാധ്യതയില്ല. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ ഒരുപാട് പദ്ധതി നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യും, പഠിച്ചു പോലും കണക്കായിരിക്കും. ഈ പദ്ധതിയുടെ പ്രത്യേകത അതെയാണ്. നമുക്ക് മിക്കവാറും എല്ലാം അങ്ങനെ തന്നെയാണ് പഠിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. അപ്പൊ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് തറായിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ചോദിക്കാം, കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടി ആരെങ്കിലും കിട്ടിയോ? വിദ്യാരവം. ഓക്കെ, വിദ്യാരവം. വിദ്യാരവം ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം കായികമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇതെന്താണ് പറയുന്നത്? ഓൺലൈൻ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പദ്ധതി. ഓൺലൈനായിട്ട് നമ്മൾ കായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയാണ് വിദ്യാരവം. ഓക്കെ, ഇനി സംസ്ഥാന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി. സംസ്ഥാന ഹയർ സെക്കൻഡറി നൈപുണ്യ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഓർക്കാം +2 അല്ലെ. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എന്തെങ്കിലും ജോലിയാണോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഈ കേരളം. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, വിദ്യാലയങ്ങൾ വിവര സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി അധ്യയന രീതി പുനരാവിഷ്കരിക്കുന്നതിനായി പുതിയ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി IT at സ്കൂൾ. ഓക്കെ, അതിന്റെ ഇപ്പോഴത്തെ പേര് കൈറ്റ്. തന്നെ നമ്മൾ പറയുന്ന ഓക്കെ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ തന്നെ അവരെന്തെങ്കിലുമൊക്കെ യൂണിഫോം ഒക്കെ സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന പദ്ധതി വിദ്യാജ്യോതി. ഓക്കെ, വിദ്യാജ്യോതിയാണ്. പിന്നെ കുട്ടികൾക്ക് എന്താ പറയുക, ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിദ്യാതരംഗിണി. മൊബൈലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണെങ്കിൽ തന്നെ സ്കൂളിലെയും കലാലയങ്ങളിലും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ഓക്കെ, പിന്നെ പെൺകുട്ടികളുടെ അവരുടെ ആത്മധൈര്യമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി കരുത്ത്. ഓക്കെ, ഇനി അതൊന്നും പഠിക്കാനിരിക്കണ്ട. ഓക്കെ, നിങ്ങൾ ഇപ്പൊ തന്നെ അത് തറാക്കി പോകണം. കരുത്ത് അല്ലെങ്കിൽ വിജ്ഞാന്, അതേമാതിരി തന്നെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്, കൈറ്റ്, നൈപുണ്യം, ഇതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ഇനി പതിഞ്ഞിരിക്കണം. ഇനി അത് കുറെ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും മാറിപ്പോകരുത്. അതൊക്കെ നിങ്ങൾ തറായിട്ട് തന്നെ വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. എന്താണ് പട്ടികവർഗ എന്തോ വിദ്യാകിരണം. ഓക്കെ, ഞാൻ കറക്റ്റ് ആയിട്ട് ഇത് നോക്കി തന്നെ പറയാട്ടോ, അല്ലെങ്കിൽ മാറിപ്പോയാൽ നിങ്ങൾക്കും പ്രശ്നമാണ്. വിദ്യാകിരണം. ഞാൻ വിദ്യാകിരണം പറഞ്ഞിരുന്നു അല്ലേ? പൊതുവിദ്യാഭ്യാസം, പൊതുയജ്ഞം കൊടുക്കും. ഓക്കെ, സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേര്. ഓക്കെ,
സംസ്ഥാനത്ത് നമ്മൾ ആ കൈറ്റിന്റെ ഓക്കെ അതാണ് മാറിപ്പോയത്. അത് ഞാനും ഓർത്തായിരുന്നു. അവിടെ ഒരു ഇതൊന്നും കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടല്ലോ എന്ന്. സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേര് വിദ്യാകിരണം. അത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തത് കൊണ്ടാണ് ആ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ പേര് കൈറ്റ് എന്നുള്ളതാണെന്ന് മാറി ആദ്യം നമ്മൾ IT@school എന്നുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന പൊതുവിദ്യാഭ്യാസത്തിന്റെ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ്. മറ്റേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികവൽക്കരിക്കുകയുമായി ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതാണ്. ഇത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിട്ടുള്ള പുതിയ പേര് വിദ്യാകിരണം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാറോ? ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പട്ടിക വിഭാഗങ്ങൾക്കായിട്ടുള്ള പദ്ധതികൾ. ഓക്കെ, പട്ടിക വിഭാഗങ്ങൾക്കായിട്ടുള്ള പദ്ധതികൾ എന്താന്ന് നോക്കാം. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിന് ഓർത്തു വെക്കുക, യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ. അത് ഏത് വർഗക്കാരെ? പട്ടികവർഗക്കാർക്കാണ്. സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടാണ് അത് ഗോത്ര ജ്യോതി എന്നാണ് അതിൽ അറിയപ്പെടുന്നത്. ഇനി കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി എന്താന്ന് ചോദിച്ചാൽ എൻ ഊര്. നമുക്കറിയാം ആ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള നെയിംസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. എൻ ഊര് കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി. അതായത് മേഖലകളിലൊക്കെ നമ്മളുടെ എന്താ പറയുക വനവകുപ്പും വനവും ആ മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ജനനി ജന്മരക്ഷ. ഓർത്ത് വെക്കണം. ഇതെല്ലാം എന്താണ് പട്ടികവർഗക്കാരുടെയും കൂടി ഉള്ള ആ ഒരു പേര് അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് പഠിക്കുന്നതോടൊപ്പം അത് ഓർത്ത് വെച്ചാൽ മതി. ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത് പോഷകമായ കാര്യങ്ങളാണ് ഗർഭിണികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയം. അത് അവരുടെ കുട്ടികൾ അവരുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ. നമ്മൾ നേരത്തെ കണ്ട് യുവജനങ്ങളുടെ ക്ഷേമത്തിനാണെങ്കിൽ ഗോത്രജ്യോതി. അതേമാതിരി തന്നെ എന്താണ്, ഞാൻ കോട്ടയം വരെ പോവാണേ. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര നേരം ഇരുന്നു ഞാൻ കോട്ടയം വരെ പോവാ. ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്ലോഡ് ചെയ്യല്ലോ അല്ലേ? ആ, അപ്പൊ എന്താണ് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയ എന്നുള്ള പദ്ധതിയാണ് അവർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി. ആദിവാസികൾക്ക് ഭവനങ്ങളിൽ എത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് ഗോത്രസേവ. ആദിവാസികൾക്ക് ഭവനങ്ങളിൽ എത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത്. അല്ലെ, എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ വ്യക്തികൾക്കൊക്കെ വീടുകളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ്. അവരുടെ പദ്ധതിയുടെ പേരാണ് ഗോത്രസേവ. ഓക്കെ, ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതി ഗോത്ര സാരഥി. അപ്പൊ 2-3 പേര് ഗോത്രം എന്നും പറഞ്ഞുകൊണ്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഗോത്ര ജ്യോതി, ഗോത്ര സേവ, ഗോത്ര സാരഥി. ഗോത്ര ജ്യോതി എന്ന് പറയുമ്പോൾ ആലോചിച്ചിരിക്കുക അവിടുത്തെ ആ വർഗത്തിൽപ്പെട്ട പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഗോത്ര സേവ, അവരുടെ വീടുകളിൽ പോയിട്ട് അവർക്ക് അതിനുള്ള പരിശീലനം നൽകുന്നത്. ഇനി പറയുന്നത് എന്താണ്, കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതി. ഇനി ആ ഡ്രൈവിംഗ് പരിശീലനം കൊടുത്ത് മാത്രം തന്നെ ആ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്ര സാരഥി. ഒരു സാരഥിയ അല്ലെ, ഒരു നമ്മളുടെ സ്കൂൾ വരെ എത്തിക്കാനുള്ള ഒരു സാരഥീനെ ഓർത്താൽ മതി. അപ്പൊ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതി ഗോത്ര സാരഥി. ഈ പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും അനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങൾ വിജ്ഞാൻവാടി. ആ കേന്ദ്രങ്ങളുടെ പേരാണ് വിജ്ഞാൻവാടി. എന്താണ്, പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന
സമ്പാദനത്തിന് പ്രാപ്തരാക്കി. നമുക്കറിയാലേ PSC പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ നമുക്ക് IAS പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങൾ. അവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ വരെ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാണ് വിജ്ഞാൻ വാടി. നമുക്കറിയാം അംഗൻവാടി പോലെ തന്നെ ഇതെന്താണ് വിജ്ഞാൻ വാടി. വിജ്ഞാൻ വാടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് എന്താണ് ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന്, ഇതേപോലെ തന്നെയുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സും എല്ലാ കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷ വരെ അല്ലെ ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്താനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം വരെ ചെയ്തു കൊടുക്കുന്ന പദ്ധതിയുടെ പേര്, ആ സ്ഥാപിച്ച കേന്ദ്രങ്ങളുടെ പേരാണ് വിജ്ഞാൻ വാടി. വിജ്ഞാൻ വാടി. ഓക്കെ. ഇനി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക്. ബുക്ക് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നത്, നമ്മൾ യുവജനങ്ങളെ കണ്ടു, കുട്ടികളെ കണ്ടു, പിന്നെ അതേമാതിരി പോഷകങ്ങൾ നൽകുന്ന കാര്യങ്ങൾ കണ്ടു, അതേമാതിരി തന്നെ നമ്മൾ ഡ്രൈവിംഗ് നടത്തി കൊടുക്കുന്നത് കണ്ടു, അതേമാതിരി എന്താണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ആനുകാലിക വിജ്ഞാനങ്ങളൊക്കെ ചെയ്യുന്ന അപേക്ഷ കൊടുക്കുന്നത് കണ്ടു. അവസാനം നമ്മൾ പിന്നെയും കാണുന്നത് എന്താണ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ അല്ലെ നമുക്ക് പഠിക്കുന്നതിന് അത് റെഫർ ചെയ്യാനായിട്ടുള്ള പുസ്തകങ്ങൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ പേര് ബുക്ക് ബാങ്ക്. ബുക്ക് ബാങ്ക്. ഇനി ലാസ്റ്റ് വല്ല ഒരെണ്ണം കൂടി പറയാം. മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനിവ്. ഈ കനിവ് നമ്മൾ വേറെ ഇതിനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത് എന്താ പറയാ, ഇത് ശ്രദ്ധിക്കുക. ഈ ഓപ്ഷനിൽ വരുന്ന കനിവ് എന്നുള്ളത് എന്താണ്? മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി. ആ ഒരു പ്ലേസ് വരെയും അവർ തിരിച്ചു പറയുന്നുണ്ട്. മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനിവ്. അപ്പൊ ഇത്രയും പട്ടികവർഗവുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. എന്താണ് യുവജന ക്ഷേമത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി? ഗോത്രജ്യോതി. ഓക്കെ. പിന്നെ പറയുന്നു ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി. അങ്ങനെയുള്ള പദ്ധതിയുടെ പേര് ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയുടെ പേരാണ് എന്നൂര്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് പട്ടികജാതി പട്ടികവർഗത്തിലെ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതി? ജനനി ജന്മരക്ഷ. ഓക്കെ. ഇനി വീണ്ടും ആദിവാസികളുടെ ഭവനങ്ങളിൽ നിന്ന് ഡ്രൈവിംഗ് പരിശീലനത്തിന് നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി ഗോത്രസേതു. ഗോത്രസേവ. പിന്നെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള ആദിവാസി കുട്ടികളെ എത്തിക്കാനുള്ളത് എന്താണ്? ഗോത്രസാരഥി. ഒരാളെ മനസ്സിലായില്ലേട്ടാ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യും. കാരണം എല്ലാവർക്കും പഠിക്കണം അല്ലെ. നമ്മള് ഇരിക്കുന്ന ടൈം നമ്മള് പഠിച്ചു പോയാൽ നമ്മൾ അത്രയും പഠിച്ചുല്ലോ, അത്രയും സമയം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ, നമുക്കത് സംതൃപ്തിയാണ്. അത്രയും സമയം നന്നായിട്ട് നമ്മൾ വിനിയോഗിച്ചു എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാൻ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് റഫറൻസ് ഗ്രന്ഥങ്ങള് അതേത് പദ്ധതിയാണ്? ഓക്കെ. പിന്നെ നമ്മളെ വീണ്ടും പറഞ്ഞ എന്താണ് നമ്മളുടെ ഇതായിട്ടുള്ള അല്ലെ ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഉള്ള പദ്ധതി അല്ലെങ്കിൽ സ്ഥാപിച്ച കേന്ദ്രങ്ങള് അതെല്ലാം വിജ്ഞാൻവാടി. ഓക്കെ. പിന്നെ മറയൂരിലെ ഗോത്ര ജനത ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി കനിവ്. ഓക്കെ. അപ്പൊ നമ്മള് രണ്ടു കൂട്ടരെ അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കുറച്ച് കാര്യം പറഞ്ഞു. പിന്നെ സെപ്പറേറ്റ് അല്ലെ നമ്മുടെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ നമ്മൾ പറഞ്ഞു. പിന്നെ കുറച്ച് വകുപ്പ് വനവൽക്കരണ പദ്ധതികൾ പഠിക്കുക. ഇത് കൂടാതെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ കുറെ പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് കൂടുതലാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്നാലും ഈ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ചെറിയ ടോപ്പിക് കൂടി നോക്കാം. വനവൽക്കരണ പദ്ധതി. പഠിച്ചു പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ക്ലാസ്സിൽ എടുക്കുന്ന സമയം തന്നെ അത് എടുക്കുക. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന പദ്ധതി. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങൾ നമുക്കറിയാലേ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് അവിടെ താമസിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ
വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം, നമുക്കറിയാം തേൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്താണ് വനത്തിൽ നിന്നാണ് നല്ല തേനൊക്കെ സമാഹരിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ സമാഹരിച്ചിട്ട് വിപണനം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് വനശ്രീ. എന്താണ് പദ്ധതിയുടെ പേര്? വനശ്രീ. ഓക്കെ, വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് വനശ്രീ എന്നുള്ളത് ഓർത്ത് വെക്കാം. ആദിവാസി ഊരുകളിൽ വിളയിച്ച് എടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വകുപ്പ് പദ്ധതി. ഇപ്പൊ അവർക്കും അല്ലെ, നമ്മളുടെ ഗ്രാമങ്ങള് പട്ടണങ്ങളൊക്കെ ഉയർന്ന മാതിരി തന്നെ വനങ്ങളിലെ ഉള്ളിലെ താമസിക്കുന്നവരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ആദിവാസി ഊരുകളിൽ വിളയിച്ച് എടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിൽ എത്തിക്കുന്ന വനം വകുപ്പ് പദ്ധതിയാണ് വനിക. വനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള പദമാണ് വനിക, വനശ്രീ എന്നൊക്കെ. ഇനി നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ. നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ വിദ്യാഭ്യാസവും വനവും. ഒരു മരം അങ്ങനെയൊക്കെ, അതായത് വനം വകുപ്പിന്റെ ഒരു ഇതുകൂടി കൂടിയിട്ടാണ് നമ്മുടെ മരം പദ്ധതിയെ നടപ്പാക്കിയേക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. വിദ്യാഭ്യാസവും വനവും, അവർ രണ്ടു കൂട്ടരും കൂടിയും വകുപ്പുകൾ, ആ വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടിയും ചേർന്നുള്ള പദ്ധതിയാണ് എന്ത്? നമ്മുടെ മരം പദ്ധതി എന്ന് നമുക്ക് വെക്കുക. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതി. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പട്ടികവർഗ പട്ടിക വികസനവുമായി ബന്ധപ്പെട്ടുള്ള കുറെ പദ്ധതികൾ, ഇത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിർ. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി. ജനവാസ കേന്ദ്രങ്ങൾ, ഇതിപ്പോ ഇപ്പോഴുള്ള ഒരു ന്യൂസ് ആയിരുന്നല്ലേ, കുറച്ചു നാൾ മുമ്പ് വരെ നമുക്ക് എപ്പോഴും എന്താണ് കാട്ടാനകളുടെ ആക്രമണം അല്ലെ, അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പദ്ധതിയുടെ പേര് ശ്രദ്ധിക്കുക. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ആനക്കെതിരെ തേനീച്ച. നമുക്കുള്ള പദ്ധതിയുടെ പേരാണ് എന്ത്? ആനക്കെതിരെ തേനീച്ച. അത് എന്താണ്? കാട്ടാനകളെ തുരത്താൻ വേണ്ടിയിട്ട് ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി, ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ. ആനക്കെതിരെ തേനീച്ച, അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ്. പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് എന്ന് പറയുമ്പോൾ അതിന്റെ വനം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വനം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പിന്റെ കുറച്ച് പദ്ധതികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിലെന്താണ്? വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ്. ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഓർത്തായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹരിതശ്രീ. അത് എന്താണ്? ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതി. നമ്മുടെ ജനങ്ങളുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് വനവൽക്കരണം നടത്തുന്ന പദ്ധതിയുടെ പേരാണ് ഹരിതശ്രീ. കുറച്ച് പദ്ധതികളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? വനശ്രീ, ഹരിതശ്രീ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മാറിയൊന്നും പോകരുത്. വനശ്രീ എന്നത് വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം നടത്തുന്നത്. അതായത് നമ്മൾ ഓർത്താൽ മതി, തേനൊക്കെ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എന്താണ് അവരുടെ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട്, അവർക്ക് എന്തെങ്കിലും മെച്ചം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് വനശ്രീ, ആ പദ്ധതിയുടെ പേരാണ് വനശ്രീ. അതേമാതിരി തന്നെ എന്താണ്? നാടൻ വിഭവങ്ങളൊക്കെ അല്ലെ, അതൊക്കെ ആരും കൂടിയിട്ട് അതിന്റെ ആവശ്യക്കാരുടെ വീടുകളിൽ എത്തിക്കാനായിട്ട് വനം വകുപ്പും കൂടിയുണ്ട്. വനം വകുപ്പും കൂടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? വനിക. ഇനി എന്താണ് നമ്മുടെ മരം പദ്ധതിയില്? ആരൊക്കെയുണ്ട് നമ്മുടെ മരം പദ്ധതിയില്? പറഞ്ഞോ. വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും. രണ്ടു കൂട്ടരും കൂടെ ഉള്ളത്. അതേമാതിരി തന്നെ എന്താണ്? കതിർ എന്ന് പറയുന്നത് എന്താണ്?
വനാശ്രിത സമൂഹത്തിന് വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന്, വനാശ്രിത സമൂഹത്തിന് വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി, അതായത് വനാശ്രിത സമൂഹത്തിന് അവിടെ നമുക്കറിയാം വനത്തിൽ നിന്ന് അവര് സാധനങ്ങളൊക്കെ സ്വരൂപിച്ച് ഭക്ഷണം കഴിച്ച് ഒക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന പദ്ധതിയാണ് കതിർ. ഇനി നമ്മളുടെ ഒരു പേര്, അതായത് നമ്മുടെ കാട്ടാനകളെ തുരുത്താൻ വേണ്ടിയിട്ട് ഗാദി വകുപ്പ് പേര് പറഞ്ഞോളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കാട്ടാനകളെ തുരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, ആനക്കെതിരെ തേനീച്ച. ഇനി നമ്മളെ പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് വനങ്ങൾ ക്ലീൻ ആക്കാൻ, വനം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വനങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ്. ലാസ്റ്റ് വരെ നമ്മൾ പഠിച്ചത് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതി. എന്താണ്? ഹരിതശ്രീ. ഹരിതശ്രീയാണ് അത് ലാസ്റ്റ് വൺ പഠിച്ചത്. അത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഒന്നാണ്. ഇനി കുറച്ച് ഇതുകൂടെ ഉള്ളത് എന്തായാലും നമുക്ക് പഠിക്കണം അല്ലെ? ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ, ബോറടിക്കുന്നില്ല, പഠിച്ചു പോവാലോ. കണ്ടിന്യൂ ചെയ്തോട്ടെ? കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. നമ്മളിപ്പോ പട്ടികവർഗക്കാരുടെ ടോപ്പിക്ക് കണ്ടോ, വനം വകുപ്പിന്റെ കുറച്ച് ടോപ്പിക് കണ്ടോ. അപ്പം തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചു പോകൂല. അപ്പൊ സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികൾ എന്താന്ന് നോക്കാം. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടി. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയുടെ പേരാണ് കേരളശ്രീ. കേരളശ്രീ. അറിയാവുന്നതാണ്. അടുത്ത പദ്ധതി നോക്കാം. കുടുംബശ്രീയുടെ 3 തൂണുകൾ എന്തൊക്കെയാണ് ശരിക്കും കുടുംബശ്രീയിൽ? അത് സ്ത്രീകളുടെ ആയതുകൊണ്ട് മുൻതൂക്കം കുടുംബശ്രീക്കാണ്. അതുകൊണ്ട് തന്നെ അതായത് നമുക്കറിയാം അല്ല, എല്ലാ പഞ്ചായത്തിലും തന്നെ കുടുംബശ്രീകളൊക്കെ ഉണ്ട്. ഒന്നല്ലെങ്കിൽ അല്ല ആരെങ്കിലും ലേഡീസ് ഒക്കെ മിക്കവാറും മെമ്പേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് 3 തൂണുകൾ എന്ന് പറയുന്നത് എന്താണ്? കുടുംബശ്രീയുടെ 3 തൂണുകൾ എന്ന് പറയുന്നത് സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് സ്പെഷ്യലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. ഇത് 3മാണ് കുടുംബശ്രീയുടെ 3 തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. സൂക്ഷ്മ വായ്പ നമുക്കറിയാം, വായ്പകൾ അല്ലെ, വലിയ പലിശയില്ല അതൊക്കെ കുറച്ച് ഇതോടുകൂടിയൊക്കെ വായ്പകളൊക്കെ ഉണ്ട്. അപ്പൊ അതേമാതിരി തന്നെ സംരംഭകത്വം, എന്തെങ്കിലും ചെറിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ് അല്ലെ. അതേപോലെ തന്നെ ശാക്തീകരണം, ഇത് ഒന്നിച്ച് കൂടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഒരു ശാക്തീകരണം കൂടിയായിട്ടുള്ള ഒരു സംരംഭമാണ് കുടുംബശ്രീ എന്നത്. അപ്പൊ 3 തൂണുകൾ എന്ന് പറയുന്നത് സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. നിർഭയ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെ ഏത് വകുപ്പാണ്? സാമൂഹ്യനീതി. സാമൂഹ്യനീതി വകുപ്പാണ് നിർഭയ പദ്ധതി നടപ്പിലാക്കുന്നത്. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോ ഏത്? ഇനി ഞങ്ങൾ പറയാം. ഓക്കെ. നിങ്ങൾ ഓർമ്മയിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയണമെന്ന് നമുക്ക് സ്പീഡിൽ ഇതങ്ങനെ പോകും, കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എനിവേ കിട്ടാത്തവരുണ്ടെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശനിൽ നടത്തിയ റിയാലിറ്റി ഷോയുടെ പേര് ഏതെന്ന് ചോദിച്ചാൽ ഇനി ഞങ്ങൾ പറയാം. ഈ കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ. ഓക്കെ. കുടുംബശ്രീയെ കുറിച്ച് നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ടോപ്പിക് വേണ്ടെങ്കിൽ അടുത്ത ടോപ്പിക് എടുക്കാട്ടോ. എല്ലാവർക്കും എങ്ങനെയാ സമയം കളയണ്ടെന്ന് ഓർത്തിട്ടാണ്. വേറെ ടോപ്പിക്കിലേക്ക് പോണോ? അല്ലാതെ കണ്ടിന്യൂ ചെയ്യാം. ആരും പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സമയം കളയണ്ട. എന്നാലും ഇത് സ്പീഡിൽ എടുത്ത് പോകാം. അത്യാവശ്യം അറിയുന്നതാണെങ്കിൽ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി ഓർമ്മയെന്ന് പുതുക്കി പോകട്ടെ. ജീവൻ ദീപം. ഓക്കെ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ജീവൻ ദീപം. അപ്പൊ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എന്താണ് സംസ്കരണ പദ്ധതി? ഖരമാലിന്യ സംസ്കരണ പദ്ധതി വരുമ്പോ തെളിമയാണ്. ഒപ്പം തന്നെ എന്താണ് ഇൻഷുറൻസ് പദ്ധതി ജീവൻ ദീപമാണ്. പിന്നെ എന്താ റിയാലിറ്റി ഷോ ഓർക്കുമ്പോ ഇനി ഞങ്ങൾ പറയാം. പിന്നെ എന്താണ് വീണ്ടും പറയുന്നത് എന്താണ്? 3 തൂണുകൾ സൂക്ഷ്മ വായ്പ, സംരംഭകത്വ, ശാക്തീകരണം. പിന്നെന്താണോ നമ്മൾ പറഞ്ഞത്? കേരളശ്രീ, അതായത് കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയുടെ പേരാണ് കേരളശ്രീ. ഇനി ഹരിത കേരള മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിംഗ് ആരംഭിച്ച പദ്ധതി.
നമുക്കറിയാം ഹരിത കേരളം ഉള്ള കാര്യം, കുടുംബശ്രീയുടെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് വസ്ത്ര റീസൈക്ലിംഗ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മാറ്റത്തിന്റെ നൂലിഴ. മാറ്റത്തിന്റെ നൂലിഴ. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ആരെങ്കിലും തീർത്ഥം. തീർത്ഥം. ഓക്കെ, ഞാൻ പറയുകയും ഒരാൾ ആൻസർ പറയുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ പോവുക. എന്താണ്? തീർത്ഥമാണ് കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാകുന്ന കുടുംബശ്രീയുടെ പദ്ധതി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ശ്രീ ഷോപ്പി. ശ്രീ ഷോപ്പി. ഓക്കെ. അതിഥി തൊഴിലാളികൾക്കുള്ള കുടുംബശ്രീ പദ്ധതിയായ ഹമാര ഭായ് ഓർ ബഹൻ ആരംഭിച്ച ആദ്യ ജില്ല പാലക്കാട്. ഓക്കെ, പാലക്കാട്. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി നമ്മൾ കുടുംബശ്രീ. ഓക്കെ, കനൽ. സ്ത്രീ സുരക്ഷയ്ക്കായി ഇത് സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം പറയാനായിട്ട് സാധിക്കുന്ന മേഖലയാണ്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ വനിതകൾക്കായുള്ള ടാക്സി സർവീസ്, ഇതൊക്കെ നേരത്തെ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഷീ ടാക്സി അല്ലേ? അതാണോ പറഞ്ഞത്? ഓക്കെ, ഷീ ടാക്സി എന്നുള്ള പദ്ധതിയാണ്. തന്നെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിച്ച പദ്ധതി ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിച്ച പദ്ധതി. അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വായ്പ നൽകാനായിട്ട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സുമിത്രം. സുമിത്രം. അപ്പൊ നമ്മൾ നേരത്തെ പട്ടികജാതി വിഭാഗത്തിന്റെ കുറച്ച് പഠിച്ച മാതിരി തന്നെ ഒരു ഇതിലേക്ക് ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ് ന്യൂനപക്ഷ സമുദായം. ഓക്കെ. ഇനി ആക്രമണത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രം, അതും സ്നേഹിത, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സംരംഭം, അതും അറിയാവുന്നതാണ്. എന്റെ കൂടെ. നിങ്ങൾ മറന്നു പോവാതൊക്കെ മാറിപ്പോവാതൊക്കെ പഠിക്കേണ്ടതാണ്. സ്നേഹിത, എന്റെ കൂടെ. അതിജീവിക എന്താണ്? ഏകാശ്രയ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാവുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക. അതിജീവിക എന്നത് ഏകാശ്രയമായ കുടുംബം, അതല്ലേ? നമുക്കറിയാം, ചില വീടുകളിൽ ആകെ ആശ്രയപ്പെടുന്നത് എന്താണ്? കുടുംബനാഥന്റെ വരുമാനമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ നാഥൻ രോഗബാധിതനായി കിടപ്പിലാവുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക. ഓക്കെ. ഇനി സ്ത്രീകളുടെ ശാരീരിക മാനസികമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗ് നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സീതാലയം. സ്ത്രീകളുടെ ശാരീരികവും മാനസികമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗ് നൽകുക ഹോമിയോ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സംരംഭകരായ വനിതകൾക്ക് ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതി. വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച പറഞ്ഞു. ഓക്കെ. അപ്പൊ വീണ്ടും നമ്മളുടെ കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി. ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് അമ്മ മനസ്സ്. ഓക്കെ. അത് നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി. കണക്ട് ചെയ്ത് പഠിക്കുക അമ്മ മനസ്സ്. വീണ്ടും എന്താണ്? പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിന് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം. ഓക്കെ. മാതൃയാനം പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി. വീണ്ടും എന്താണ്? വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി.
വിധവകളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പടവുകളാണ്. അതായത് നമ്മളുടെ വിധവകളായ കുട്ടികളാണെങ്കിൽ വിധവകളുടെ കുട്ടികൾ, അതായത് അല്ലെ ഫാദർ ഇല്ലാത്ത കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പടവുകൾ. ഒന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാരും എന്താണ് ആ പേര് തന്നെ നമ്മുടെ മനസ്സിൽ ക്യാച്ച് ചെയ്ത് വെക്കുക. പടവുകൾ എന്താണ്, അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് അമ്മ മനസ്സ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി. അതായത് സ്നേഹ സ്പർശം ഓർത്ത് വെക്കുക. അതൊക്കെ ഒരു സ്പർശം അല്ലെ, ഇവരെയൊക്കെ എന്താ പറയാ ചൂഷണത്തിന് വിധേയമായിട്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹ സ്പർശം ആ ഒരു രീതിയിലേക്ക് അത് ഓർത്ത് വെച്ചേക്കാം. ഈ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം തോറും 2000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് നമുക്കറിയാം, എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന കാലഘട്ടത്തില് അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം തോറും എന്താ പറയാ 2000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. പേരുകൾ കേൾക്കുമ്പോൾ ഓർത്ത് വെക്കാം. മാതൃജ്യോതി നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ തരുമ്പോൾ എല്ലാവരും കണക്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഓരോന്നിനും ഓരോ പദ്ധതിയാണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മാതൃജ്യോതിയിൽ പറയുന്നത് വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം മാസം തോറും 2000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. ഇതേമാതിരി തന്നെ സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോപ്പതി, ഞാൻ നേരത്തെ പറഞ്ഞതാന്ന് തോന്നുന്നു, എന്തായാലും നിങ്ങൾക്കത് ആൻസർ പറയാം. ഒരാൾ ആൻസർ പറഞ്ഞായിരുന്നു, മറ്റാരെങ്കിലും പറ്റുമെന്ന് നോക്കുക. ആൻസർ പറഞ്ഞു പോയി. മറ്റാരെങ്കിലും, അതായത് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും ഒന്നുകൂടി ചോദ്യം ചോദിക്കുക. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിംഗും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഹോമിയോപ്പതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സീതാ ലൈൻ. ഓക്കെ, സംസ്ഥാനത്തെ ആശാ വർക്കറുടെ ഇൻഷുറൻസ് പദ്ധതി അതൊക്കെ നിങ്ങൾ പഠിച്ചു പോയതാണ്. ആശാ വർക്കറുടെ ഇൻഷുറൻസ് പദ്ധതി ആശാകിരണം, അതാണ് ആശാകിരണം. ഇതൊക്കെ നേരത്തെ പഠിച്ചു പോയിട്ടുണ്ടാവും. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി, സ്ത്രീയുമായി കണക്ട് ചെയ്തിട്ടുള്ള വായ്പാ പദ്ധതി. സഹായഹസ്തം, എന്താണ് സഹായഹസ്തം? കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയുടെ പേര് സഹായഹസ്തം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി, അതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞുപോയി പെട്ടെന്ന് തന്നെ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാനം, പറഞ്ഞോളൂ. കാതോർത്ത് കേട്ടിട്ടുണ്ടാവും. സ്നേഹസ്പർശമൊക്കെ പോലെ തന്നെ ഇതും കേട്ട ഒരു പദം തന്നെയാണ് കാതോർത്ത്. അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതിവേഗം പരിഹാരം കാണുന്നതിനായിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത്. ഇനി എന്താണ് നമ്മള് ചോദിച്ചു നോക്കണോ? ഏകാശ്രയ കുടുംബനാഥൻ രോഗബാധിതനായാല് അതുമായി ബന്ധപ്പെട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഞാൻ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ആൻസർ പറയാൻ ശ്രമിക്കൂ. ഏകാശ്രയ കുടുംബനാഥൻ ഞാൻ അതില് പറഞ്ഞു. എന്തെങ്കിലും വയ്യാതെ അതിജീവിക. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്? സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട്, സമത്വമാണ് അപ്പൊ ആൻസറിലും അതിനോട് പറ്റിയ ഒരു പദമാണ്. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഒന്നാമത്തെ പ്രത്യേകത, ഏതെങ്കിലും വകുപ്പിന്റെയും കൂടി പേര് വരുമ്പോൾ നമുക്ക് ആയ കൺഫ്യൂഷൻ ആവും. സാമൂഹിക വകുപ്പാണോ, സാംസ്കാരിക വകുപ്പാണോ, അല്ലെങ്കിൽ എന്താ പറയണ നമ്മുടെ എന്താ പറയണ
ശിശുക്ഷേമ വകുപ്പാണോ, അങ്ങനെയൊക്കെ കുറെ പേരുകൾ കൂടിയും വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ വകുപ്പാണോ ഇങ്ങനെ കിട്ടും. എന്തൊക്കെയായാലും നിങ്ങളത് ഒന്ന് വായിക്കുമ്പോൾ തന്നെ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം. അതായത് നമ്മുടെ അല്ലെ സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമം എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആരാണ്? സാംസ്കാരിക വകുപ്പാണ്. ഇതുകൂടി ഓർത്ത് വെക്കുക. പഠിക്കുമ്പോൾ അത് മൂന്നും ഓർത്ത് വെക്കുക. ഏത് വകുപ്പാണ്, ഏത് പദ്ധതിയാണ്, എന്തിനു വേണ്ടിയാണ്, അങ്ങനെ മൂന്നും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം അത് ഈ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ വകുപ്പുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുമ്പോൾ അതെല്ലാം ആ വകുപ്പിൽ പെട്ടതാണെന്ന് നമ്മുടെ മെമ്മറിയിൽ കിടക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പട്ടികവർഗ വകുപ്പ്, പിന്നെ അതേമാതിരി തന്നെ വനവുമായി ബന്ധപ്പെട്ട വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നൊക്കെ പറഞ്ഞത്. ഇതിലിപ്പോ നിങ്ങൾ നോക്കിയേ, കുറച്ച് ഇപ്പൊ സാംസ്കാരിക വകുപ്പ്, ശിശുക്ഷേമ വകുപ്പ്, പിന്നെ എന്താ പറയുക സാമൂഹിക സേവന വകുപ്പ്, അങ്ങനെ പല വകുപ്പും കൂടി വന്നു. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണം. നമുക്ക് സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ അവർക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഈ വകുപ്പുകളൊക്കെ മാറ്റി മറിച്ചും തരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കാം. പിന്നെ അപ്പൊ ഇന്ന് പഠിച്ചത് എന്താണ്? വിദ്യാഭ്യാസ വകുപ്പും അതേമാതിരി തന്നെ പട്ടികവർഗ വികസനം, പിന്നെ വനവൽക്കരണം, ഒപ്പം സ്ത്രീകൾക്കുള്ള പദ്ധതികൾ അല്ലെ, കുറച്ച് സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികളെ കുറിച്ചുകൊണ്ട് നമ്മൾ നോക്കിയായിരുന്നു. പ്രധാനമായിട്ടും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൽ അത് അധികമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ എന്താ പറയണ, ഇതില് നമ്മള് ഗർഭിണികളുടെ കാര്യങ്ങൾ കൂടെ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ ആ സെപ്പറേറ്റ് അതും ഒന്നിച്ച് ലിങ്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിലും എളുപ്പമായിരിക്കും. നമ്മൾ പറഞ്ഞു എന്താണ്, പ്രസവാനന്തര അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ മാതൃയാനം പദ്ധതിയാണ്. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു കേരള സർക്കാർ നടപ്പാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണമാണെങ്കിൽ അമ്മ മനസ്സ്. അതേപോലെ തന്നെ ചൂഷണത്തിന് വിധേയമായിട്ട് എന്താണ് അമ്മമാരാകുന്നതാണെങ്കിൽ സ്നേഹസ്പർശം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ. എന്താ പറയുക, വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആദ്യ 2 വർഷം അവർക്ക് എന്താണ് മാതൃജ്യോതി പദ്ധതി. പിന്നെന്താ നമ്മൾ പറയുന്നത്, വിധവകളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമാണെങ്കിൽ പടവുകളാണ്. പിന്നെന്താ മാതൃയാനം, പ്രസവാനന്തരം അമ്മയ്ക്ക് കുഞ്ഞിനെ സൗജന്യ യാത്ര ഞാൻ പറഞ്ഞതാണ്. എല്ലാം കുറച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ എല്ലാം തന്നെ ഇപ്പൊ സ്നേഹിത എന്റെ വീട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് ആ ഒരു ഇടയ്ക്ക് അത്യാവശ്യം നിങ്ങൾ പഠിക്കുമ്പോൾ, അതായത് ഈ സ്നേഹിതയും എന്റെ കൂടെ ഒക്കെ ഒന്നിച്ച് പഠിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ പുതിയ കാര്യങ്ങൾ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ആശാകിരണം എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആശാകിരണം ആശാവർക്കർമാരുടെ ഇൻഷുറൻസ്. ഓക്കെ. പിന്നെ സംരംഭകരായ വനിതകൾക്ക് ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അതാണ് ഞാൻ പറക്കാനുള്ള ഒരു ഇതല്ലേ, അതിന്റെ ആ പേര് തന്നെയാണ് കെവിൻസ്. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ട് മിഷൻ പദ്ധതിയാണ് കെവിൻസ്. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്പ്, അതാണ് അതിന്റെ ഫുൾ ഫോം. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്പ്. എനിക്കറിയില്ലേ, നാനോ കാർ ചെറുത് അല്ലെ, അതിന്റെ വികസനം അതൊക്കെ ഓർത്താൽ മതി. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതി കെവിൻസ്. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്പ്. പിന്നെന്താണ് കാതോർത്ത് എന്നുള്ളത് എന്തിനാണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അല്ലെ അതിവേഗം പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സമയം ഏതാണ്ട് കഴിയാറായി. അപ്പോ നമുക്ക് എന്താ നെക്സ്റ്റ് നമുക്ക് എന്താ ഇതിന്റെ കണ്ടിന്യൂവേഷൻ വേണോ? പദ്ധതികൾ തന്നെ മതിയോ? കുറച്ചുകൂടി പദ്ധതികളുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കിട്ടിയതാണെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കേണ്ടതില്ല. വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് അതിന്റെ അത് മതി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ബൈ. സമയങ്ങളൊന്നും കളയാതെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ബൈ. താങ്ക് യു മിസ്. താങ്ക് യു.